കുനുമോൾ കുനുമോൾ കുനുമോൾ. ഈ കുനുമോൾ എന്ന് പറഞ്ഞ എന്റെ മോൾ ഷൈൻ്റെ ആരിലും ആണോ? അല്ല, ഈ അനിമോൾക്ക് ഇത്ര വലിയ സപ്പോർട്ട് കിട്ടേണ്ട കാര്യമൊന്നുമില്ല. അനിമോൾ അങ്ങനെ ഭയങ്കരമായിട്ട് വിചാരിച്ചു വെച്ചിട്ടുണ്ട് അനിമോളില് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. അനിമോളുടെ PR ഇവിടെ കിടന്ന് വൻ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അനിമോൾക്ക് ഇപ്പോൾ ഒരു വിചാരമുണ്ട്. വേറൊന്നുമല്ല, ബിഗ് ബോസ് തന്നെ പറഞ്ഞു അനിമോൾ ഇത്രയും വലിയ എവിക്ഷനിൽ വന്നിട്ട് പോലും അനിമോളെ സപ്പോർട്ട് ചെയ്തത് ഓഡിയൻസ് മാത്രമാണെന്ന് പറഞ്ഞു. അനിമോൾ അങ്ങ് പൊങ്ങി കുടഞ്ഞ് നിവർന്നില്ലേ. ഇറ്റ്സ് എ ഗെയിം ഫ്രം ബിഗ് ബോസ് ഡിയർ. ഒരാളുടെ അടുത്ത് ഇത്രയും ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗെയിം. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇതൊന്നുമില്ല. ഇത് മനസ്സിലാക്കാത്ത അന്ധമായിട്ട് അനിമോളെ വിശ്വസിക്കുന്ന അനിമോൾക്ക് എങ്ങനെ എടുത്തിട്ട് ഫാൻ ബേസ് ഉണ്ടായത്? അനിമോൾ എന്ന് പറഞ്ഞ ആളെ സ്റ്റാർ മാജിക്കിൽ എനിക്കിഷ്ടമായിരുന്നു. എന്തിനാണ് ഈ കൊച്ചിനെ അടുത്ത് ഇത്രയും മാത്രം കോർണർ ചെയ്യുന്നത്? ഈ കൊച്ചിനെ മാത്രം എന്തിനാണ് എല്ലാവരും ഇട്ട് കളിയാക്കുന്നത്? എല്ലാ ഗെയിമിലും ആക്റ്റീവ് ആണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംസാരം. അത് ആ ഷോ എങ്ങനെയാണ്? ആ ഷോയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ഷോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഷോ ഡയറക്ടർ. ഓക്കെ, അയാൾ തീരുമാനിക്കും, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും. ആ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഓഡിയൻസ് നമ്മുടെ ഈ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ആ രീതിയിൽ പോയതാണ്. പക്ഷെ അനിമോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പേഴ്സണലി മനസ്സിലാക്കിയത് ഞാൻ ബിഗ് ബോസിലാണ്. പക്ഷെ അങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നതിനകത്തൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറെങ്കിലും വേണ്ടേ? അങ്ങനെയുള്ള ആൾക്കാർക്കല്ലേ കൊടുക്കണ്ടേ? അവിടെ ഇപ്പൊ ആരെല്ലാരും ഡിസർവിംഗ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അനിമോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് വലിയ പൊക്കത്തോണ്ട് വെക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇന്നിപ്പോ മറ്റേ ആ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് അടുക്കള കയറാനൊന്നും പറ്റത്തില്ല. അനിമോൾ പറയുന്നത് എനിക്ക് പറ്റത്തില്ല, ഞാൻ കയറത്തില്ല. അനിമോൾ അനിമോൾ ആസ്ഥാന കുക്കോ ബിഗ് ബോസിന്റെ? ഞാൻ അങ്ങോട്ട് കഴുകാൻ കയറത്തില്ല. എനിക്ക് കഴുകുന്നുണ്ടെങ്കിൽ എനിക്കൊരു 40 ഗ്ലൗസ് എന്റെ കയ്യിലിടണം, 40 ഗ്ലൗസ് എന്റെ കാലിൽ ഇടണം, എങ്കിലേ ഞാൻ കയറത്തുള്ളൂ എന്നൊക്കെയാ പറയുന്നത്. അനിമോൾ ഇങ്ങനെ കിടക്കുവാണ്, ശരശീലൊക്കെ കിടക്കുവോ? ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലത്തെ, ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വന്ന് സംസാരിക്കാൻ പറ്റുന്ന, അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന, PR ഒക്കെ എടുത്തേക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട്, അല്ലെ PR ഇല്ലെന്നും പറഞ്ഞ് കുറെ ആൾക്കാർ ഒന്നും മെഴുകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ വന്ന് വെറുതെ മെസ്സേജ് അയക്കുന്ന യാതൊരു കാര്യമില്ല. കാരണം നമ്മുടെ വായിൽ നിന്ന് ഒരു മോശമായിട്ടൊരു കാര്യം വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, പറയാനുള്ളത് ഞാൻ നല്ല രീതിയിൽ പറയുകയും ചെയ്യും. ഓക്കെ, അല്ലെ എനിക്ക് എന്റെ വീഡിയോ ഹൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ അനിമോളെ പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ട്? ഇതിനു മുമ്പ് എന്റെ ചാനലിൽ കയറി നോക്ക്, ഇത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. ഈ ബിഗ് ബോസ് ഞാൻ ഇതിനു മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല വ്യൂസും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കത് മതി. എനിക്ക് ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഞാൻ ഇടുന്ന ഷോർട്സ് വീഡിയോയ്ക്ക് അതൊന്നും എനിക്ക് ഒരു ഏണിങ്സും ഇല്ല. ഒബിയസ്ലി എന്റെ എന്താ പറയണ്ടേ, എന്റെ ഓൾറെഡി എന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആണ്. എനിക്ക് ഇതിനകത്ത് ഒരു സാധനമില്ല. പിന്നെ ഈ കിടന്ന് കരയുന്ന കാണുമ്പോഴത്തേക്ക് അത് പറയണമെന്ന് എനിക്ക് തോന്നി. ദാറ്റ്സ് ഇറ്റ്.